സോ ഈ മൊഡ്യൂളിൽ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 3 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ. അതിൽ സിലബസിൽ ISO ഫ്രെയിംവർക്കും സ്റ്റാൻഡേർഡ്സും അതിൻ്റെ LCA സർക്കുലർ എക്കോണമി ആൻഡ് ബയോ മിമിക്കിംഗ് ആയിരുന്നു നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ട ടോപ്പിക്. ISO സ്റ്റാൻഡേർഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ISO 1000 അല്ല 14000 സീരീസ്, ISO 1400 2015 സ്റ്റാൻഡേർഡ്, ബെനിഫിറ്റ് ഓഫ് ISO 14001 അതൊക്കെ നമ്മൾ ലൈഫ് സൈക്കിൾ അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ടു അസസ് ദ എൻവിറോൺമെന്റ് ഇമ്പാക്ട് അസോസിയേറ്റഡ് വിത്ത് ഓൾ സ്റ്റേജസ് ഓഫ് എ പ്രൊഡക്റ്റ്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ അവസാനം വരെ എല്ലാ സ്റ്റേജസിലും നമ്മൾ അനാലിസിസ് ചെയ്യും. എന്നിട്ട് ആ ഒരു അനാലിസിസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട് ഓരോ സ്റ്റേജിലും ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷന്റെ സമയത്ത്, അതായത് റോ മെറ്റീരിയൽ മുതൽ അവസാനം അതൊരു ഫുൾ കൺസ്യൂമബിൾ പ്രൊഡക്റ്റ് ആവുന്നത് വരെയുള്ള എല്ലാ സ്റ്റേജിലും അതിന്റെ എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റ് ആണ് നമ്മൾ അസസ് ചെയ്യുന്നത്. സോ ദ പ്രോസസ് ടു അസസ് ദ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസോസിയേറ്റഡ് വിത്ത് ഓൾ സ്റ്റേജസ് ഓഫ് എ പ്രൊഡക്റ്റ് ആയിരുന്നു, ഓർ ദ പ്രോസസ് ഓർ ആക്ടിവിറ്റി ഫ്രം ദ ക്രാഡിൽ ടു ഗ്രേവ് ബൈ ഐഡന്റിഫൈ ദ മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് വേസ്റ്റ് ജനറേറ്റഡ്. സോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റോ മെറ്റീരിയലിന് ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് റോ മെറ്റീരിയൽ മുതൽ അതിന്റെ ഫുൾ കൺസ്യൂമബിൾ പ്രൊഡക്റ്റ് ഇൻ ഷേപ്പ് ആകുന്നത് വരെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിന് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതും അതിന്റെ എൻവിറോൺമെന്റിന് അതിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റും ആണ്. അതായത് ലൈക്ക് മെറ്റീരിയൽസ് യൂസ്, പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ്, ആ വേസ്റ്റിന്റെ ഇമ്പാക്ട് ഓൺ എൻവിറോൺമെന്റ് ആണ് ഈ ലൈഫ് സൈക്കിൾ അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേജസ് ഇൻ LCA എന്ന് പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ്, ഇൻവെന്ററി, ഇമ്പാക്ട് അസസ്മെന്റ്, ഇംപ്രൂവ്മെന്റ് അസസ്മെന്റ് ആണ്. ആൻഡ് ലൈഫ് സൈക്കിൾ 5 പ്രോസസ് ഇൻ LCA ഇതിലൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ഉണ്ട്, മാനുഫാക്ചർ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, യൂസ് ആൻഡ് മെയിൻ്റെനൻസ്, ഡിസ്പോസൽ ആൻഡ് റീസൈക്ലിംഗ് ആണ്. ഇതാണ് ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ റോ മെറ്റീരിയൽ അക്വിസിഷൻ ആണ്. ഒരു ബേസ് മെറ്റീരിയൽ എടുത്തു, കളക്ട് ചെയ്തു, അതിനെ മെറ്റീരിയൽ പ്രോസസ്സിങ് ചെയ്യും, പിന്നെ അതിനെ മാനുഫാക്ചർ ആൻഡ് അസംബിൾ ചെയ്യും. അതേപോലെ തന്നെ അതിനെ മാനുഫാക്ചർ ആൻഡ് അസംബിൾ ചെയ്തിട്ട് അതിനെ യൂസ് ആൻഡ് സർവീസിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ആഫ്റ്റർ യൂസ് ആൻഡ് സർവീസ് അതിന്റെ റിട്ടയർമെന്റ് ആണ്. ഐ മീൻ നമ്മളത് മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ റിട്ടയർമെന്റ് ആണ്. ദെൻ റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളതിനെ റിക്കവർ ചെയ്തെടുക്കും. ഇപ്പം ഈ പറഞ്ഞ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത സാധനത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസ്പോസലിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ. നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സാധനത്തിന് നമുക്കിവിടെ കാണാം റീയൂസ് ഉണ്ട്, റീമാനുഫാക്ചർ ഉണ്ട്, ഒരു ക്ലോസ് ലൂപ്പ് റീസൈക്കിൾ ഉണ്ട്. സോ ഒരു റോ മെറ്റീരിയൽ അക്വിസിഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോസസ്സിംഗ് ആണ്. ആ മെറ്റീരിയൽ നമ്മൾ ഈ റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും, പിന്നെ അതിനെ മാനുഫാക്ചർ ചെയ്യും, അസംബിൾ ചെയ്യും, നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഫോർ യൂസ് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു പെൻസിൽ ആണെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻസിൽ നമുക്കറിയാം ട്രീ, ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ട്രീ ആണ്. സോ ട്രീ അതിന്റെ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യും, അതിനെ മാനുഫാക്ചർ ചെയ്യും, അസംബിൾ ചെയ്യും, പിന്നെ അതിനെ യൂസ് ചെയ്യും. അതൊരു ഫുൾ ഒരു പെൻസിലിന്റെ ഷേപ്പിലായ നമ്മളത് യൂസ് ചെയ്യും. പിന്നെ റിട്ടയർമെന്റ് ആൻഡ് റിക്കവറി അവിടെ ഒന്നുമില്ല, ട്രീറ്റ്മെന്റ് ഡിസ്പോസലും അവിടെ ഒന്നും പോസിബിൾ അല്ല. സോ ഇത്രയാണ് ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ M&E എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻപുട്ട് ടു ദ പ്രോസസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ M&E എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ W ഡിനോട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് ആണ്. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഗ്യാസ്, ലിക്വിഡ് ഓർ സോളിഡ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രൊഡക്റ്റ് പ്രോസസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ദിസ് ഇസ് എ മെറ്റീരിയൽ ഫ്ലോ പ്രൊട്ടക്ട് കോമ്പോണന്റ് ആണ് ഈ പറഞ്ഞ പ്രൊട്ടക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ റിട്ടയർമെന്റ് ആൻഡ് റിക്കവറിയിൽ ഒരു ഓപ്പൺ ലൂപ്പ് റീസൈക്കിളും ഉണ്ട്, അതുപോലെ ഒരു ക്ലോസ് ലൂപ്പ് റീസൈക്കിളും ഉണ്ട്. ഈ ഓപ്പൺ ലൂപ്പ് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫോമിലേക്കാണ് റീസൈക്കിൾ ചെയ്യുന്നത്. ഈ ക്ലോസ് ലൂപ്പ് റീസൈക്കിൾ എന്നാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിക്കവർ ചെയ്തെടുത്തുവാണെങ്കിൽ അത് തിരിച്ച് അതേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ തിരിച്ച് പ്ലാസ്റ്റിക് തന്നെ നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കും, അതായത് നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കും.
ആൻഡ് ഇത് ഈ ഓപ്പൺ ലൂപ്പ് റീസൈക്കിൾ ആണ് നമ്മളിപ്പോൾ ഉള്ള ഫോമിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഫോമിലേക്കാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു എൽസിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ്, അനാലിസിസ് ആണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ റോ മെറ്റീരിയൽ അക്വിസിഷൻ, അതായത് റോ മെറ്റീരിയൽ അക്വിസിഷൻ മുതൽ ഈ പറഞ്ഞ ലാസ്റ്റ് പ്രൊഡക്റ്റിന്റെ യൂസ് വരെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ വരെയുള്ള ഒരു ലൈഫ് സൈക്കിൾ അനാലിസിസ് ആണ് ഈ LCA എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ അതിന്റെ എനർജി, അതായത് ഇപ്പം എത്രത്തോളം എനർജി നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനർജി നമ്മളൊരു റിസോഴ്സസ് ആണ്. അതേപോലെ തന്നെ വേസ്റ്റ്, ഈ വേസ്റ്റ് കാരണം എൻവിറോൺമെന്റിൽ മേലെ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്, അതിൽ ഈ മെറ്റീരിയൽസ് കാരണം, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കാരണം എൻവിറോൺമെന്റിന്റെ മേലെ ഉണ്ടാകുന്ന ഇമ്പാക്ട്. പിന്നെ ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ആൻഡ് അസംബ്ലി, അതായത് നമ്മളിപ്പോൾ മെറ്റൽസ് പോലത്തെ സാധനം എടുക്കുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ഇമ്പാക്ട്, അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് LCAയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ലിമിറ്റേഷൻസ് ഓഫ് LCA പറയുകയാണെങ്കിൽ, studies related to normal operation rather than where incident occurs, which must be understood through separate risk and assessment. And the quality of available data, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ദിസ് ഇസ് വാട്ട് വിച്ച് ഡിറ്റർമൈൻ ദ വാലിഡിറ്റി ഓഫ് ഹോൾ LCA. സോ നമുക്കിപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഡാറ്റേന്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് അവൈലബിൾ ഡാറ്റ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ഈ പ്രോസസ്സ്, അതായത് ഈ ഹോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ വാലിഡിറ്റി എത്രത്തോളം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റേന്റെ ക്വാളിറ്റി കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ദ റിലയബിലിറ്റി ഓഫ് ദ എൻവിറോൺമെന്റ് സ്കോർസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ സ്കിൽസ് ഓഫ് LCA പ്രാക്ടീഷണർ എംപ്ലോയിഡ്. അപ്പം ഏത് ആളാണോ ഈ പറഞ്ഞ LCA യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ LCA യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത്, ദാറ്റ് പേഴ്സൺ ഷുഡ് ബി വെരി സ്കിൽഡ് പേഴ്സൺ. അതായത് സ്കിൽഡ് പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹോൾ ലൈഫ് സൈക്കിൾ സ്റ്റഡി നമ്മൾ നടത്തുന്നത്. സോ സ്കിൽഡ് പേഴ്സണിന്റെ ലിമിറ്റേഷൻസും കൂടി നമുക്കിതിൽ ഈ LCA അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അനാലിസിസ് നമുക്കുണ്ട്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആർ ഡിലേഡ് ആസ് കോൺസിക്വൻസ് ഓഫ് ഹൗ ലോങ് LCA ക്യാൻ ടേക്ക്. ദിസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് LCA. ഒരു ലൈഫ് സൈക്കിൾ അനാലിസിസിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു വുഡൻ പെൻസിലും മെക്കാനിക്കൽ പെൻസിലും എടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വുഡൻ പെൻസിലാണെങ്കിൽ വി ഹാവ് ട്രീസ്, ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ. ട്രീസ്, ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ ആണ് നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ട്രീസ് വെച്ചിട്ട് നമ്മളൊരു വുഡൻ കേസ് ഉണ്ടാക്കും. ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ വെച്ചിട്ട് വി ഹാവ് അതായത് ഗ്രാഫൈറ്റ് ആണ് നമ്മുടെ ഉള്ളിലുള്ള നിബാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫൈറ്റ് അതിൽ 60% വാട്ടറും എനർജിയും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വുഡൻ പെൻസിൽ ഉണ്ടാക്കുന്നത്. സോ ഇതാണ് ഈ പറഞ്ഞ റോ മെറ്റീരിയൽസും. ആൻഡ് അതിനകത്ത് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, അസംബിൾ ചെയ്തിട്ടുള്ളതാണ് ഈ വുഡ് പെൻസിൽ എന്ന് പറയുന്നത്. ആൻഡ് CO2, പിന്നെ 10% ഓർഗാനിക് പൊല്യൂട്ടൻറ്റും ലെസ് സോളിഡ് വേസ്റ്റും ആണ് ഈ പറഞ്ഞ വുഡൻ പെൻസിൽ. നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ പെൻസിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓയിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ആണ് നമ്മളെ റോ മെറ്റീരിയൽ. ആൻഡ് അഗെയിൻ പ്ലാസ്റ്റിക് ആൻഡ് ഗ്രാഫൈറ്റ്, മെറ്റൽ, വാട്ടർ, എനർജി ആണ് യൂസ് ചെയ്തിരുന്നത് നമ്മളെ അസംബിൾ ചെയ്യാൻ. അതായത് അതർ മെറ്റീരിയൽസ് ആൻഡ് ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അസംബിൾ ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് ദ മെക്കാനിക്കൽ പെൻസിൽ. അതിൻ്റെ അകത്തും ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ട്, സോളിഡ് വേസ്റ്റ് ഉണ്ട് ലൈക്ക് പ്ലാസ്റ്റിക്കും മെറ്റൽസും. സോ ഈ പറഞ്ഞ വേസ്റ്റും ഈ കാണിച്ചിരിക്കുന്ന ഇൻപുട്ട് കാണിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ എൻവിറോൺമെന്റ് ആണ് ഈ ലൈഫ് സൈക്കിൾ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റഡിയാണ് LCA, ദാറ്റ് ഈസ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. സോ ലൈഫ് സൈക്കിൾ അനാലിസിസ് വുഡൻ കേസ്ഡ് പെൻസിൽ ആണെങ്കിൽ 4 times മോർ റോ മെറ്റീരിയൽ കൺസപ്ഷൻ ആണ്. നമ്മളിപ്പം 2 എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വുഡ് കേസ്ഡ് പെൻസിൽ എടുക്കുന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 4 times മോർ റോ മെറ്റീരിയൽ കൺസപ്ഷൻ ആണ്, സിമിലർ ടു എനർജി കൺസപ്ഷൻ. ഈ പറയുന്ന ഈ നമ്മുടെ റോ മെറ്റീരിയൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് സിമിലർ ടു എനർജി കൺസപ്ഷൻ തന്നെയാണ്. ആൻഡ് 5 to 6 times മോർ CO എമിഷൻ ഇസ് ദ with this wooden cased pencil. ഇപ്പോൾ പ്ലാസ്റ്റിക് പെൻസിലിന്റെ മാനുഫാക്ചറിങ് ആണെങ്കിൽ ട്വൈസ് ദ നോൺ റിന്യൂവബിൾ റിസോഴ്സ് മെറ്റീരിയൽ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള. 40% മോർ വാട്ടർ കൺസപ്ഷൻ ആണ് കമ്പയർഡ് ടു ദിസ് വുഡ് കേസ്ഡ് പെൻസിലിന്റെ കേസിൽ. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് പെൻസിലിന്റെ കേസിൽ 40% വാട്ടർ കൺസപ്ഷൻ കൂടുതലാണ്. ആൻഡ് മോർ നോൺ റിന്യൂവബിൾ എനർജി is also used here in the case of plastic pencil. And 90% more organic pollutants are emitted. ഒരു മെക്കാനിക്കൽ പെൻസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് 90% ഓളം ഓർഗാനിക് പൊല്യൂട്ടണും എമിറ്റഡ് ആണ്. ആൻഡ് ഗ്രേറ്റർ വാട്ടർ എഫ്ലുവൻസും കൂടുതലാണ്. അത് വേസ്റ്റ് വാട്ടർ എഫ്ലുവൻസും ഈ വുഡ് കേസ്ഡ് പെൻസിലിനെക്കാട്ടും
കൂടുതലാണെന്നാണ് നെക്സ്റ്റ് ഡീറ്റെയിൽഡ് വി ഗെറ്റ്. ആൻഡ് more net processed solid waste and significantly more hazardous waste also are produced by this പെൻസിൽ മാനുഫാക്ചറിങ്. അല്ലെങ്കിൽ അതായത് മെക്കാനിക്കൽ പെൻസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഈ വുഡ് കേസ്ഡ് പെൻസിലിനെക്കാട്ടിയും എഫക്ട്സ് കൂടുതലാണ്. നമ്മുടെ എൻവയോൺമെന്റിന്റെ മുകളിൽ. ഈ LCA ക്ലാസ്സിൽ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ എ ബെറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് വേസ്റ്റ് ആണ്, ദാറ്റ് ഇസ് മിനിമൈസ് പാക്കേജിങ്, എക്സ്റ്റെൻഡ് ദ ലൈഫ് ഓഫ് പ്ലാസ്റ്റിക് പെൻസിൽ ഈവൻ മോർ, larger eraser and more graphite included in the barrel, high quality, discourage misplacement. So ഒരു ബെറ്റർ സൊല്യൂഷൻ ടു അവോയ്ഡ് ഓൾ ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ഓഫ് പ്ലാസ്റ്റിക് പെൻസിൽ, നമ്മൾ പ്ലാസ്റ്റിക് പെൻസിലിന്റെ ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് വേസ്റ്റ് ആണ്. സോ അതിന്റെ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ലാർജർ ഇറേസർ യൂസ് ചെയ്യുക. ആൻഡ് മോർ ഗ്രാഫൈറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ബാരൽ, അതായത് ഇപ്പം നമ്മൾ വുഡൻ പെൻസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച് ഗ്രാഫൈറ്റിന്റെ ക്വാണ്ടിറ്റി മീൻസ് ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ഹയർ ക്വാളിറ്റി ആൻഡ് ഡിസ്കറേജ് മിസ്പ്ലേസ്മെന്റ് ഒക്കെ ഡിസ്കറേജ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റെഡ്യൂസ് ദ വേസ്റ്റ് ദാറ്റ് ഇസ് ബൈ മിനിമൈസിങ് ദ പാക്കേജിങ്. And now we are going to today's topic, that is circular economy. A circular economy is an economic system of closed loop in which raw material, components and product lose their value as little as possible. Renewable energy sources are used and system thinking is at the core. So ഈ ഒരു സർക്കുലർ എക്കോണമീന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കൺസപ്ഷൻ ഉണ്ട്, റീയൂസ്, റിപ്പയർ, റീസൈക്കിൾ ഉണ്ട്, അതേപോലെ റീസൈക്ലിംഗ് സെക്ടർ ഉണ്ട്. ഇതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു സർക്കുലർ എക്കോണമി. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ലീനിയർ എക്കോണമി. ലീനിയർ എക്കോണമിയിൽ വി ഹാവ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കൺസപ്ഷൻ ഉണ്ട്, വേസ്റ്റ് ഉണ്ട്. ഈ സർക്കുലർ എക്കോണമിയിൽ ദിസ് ഈസ് റിപ്പീറ്റഡ് അതായത് റീസൈക്ലിംഗ് സെക്ടർ ഉണ്ട്, അഗെയിൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ, റീയൂസ്, റിപ്പയർ, റീസൈക്കിൾ, പിന്നെ അത് റീസൈക്ലിംഗ് സെക്ടറിൽ നിന്ന് അഗെയിൻ ദാറ്റ് ഈസ് റീസൈക്കിൾഡ്. സോ സർക്കുലർ എക്കോണമി ഈസ് എൻ എക്കോണമിക് സിസ്റ്റം ഓഫ് ക്ലോസ്ഡ് ലൂപ്പ്. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് റോ മെറ്റീരിയലും കോമ്പോണൻസും ആൻഡ് പ്രൊഡക്റ്റും അതിന്റെ വാല്യൂ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ യൂസ്ഡ് ആൻഡ് ദ സിസ്റ്റം തിങ്കിങ് ഈസ് അറ്റ് ദ കോർണർ. ആൻഡ് ദിറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 പ്രിൻസിപ്പിൾ ആണ്. ഈ സർക്കുലർ എക്കോണമി ബേസ് ചെയ്യുന്നത് 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിസൈൻ ഔട്ട് ദ വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കീപ് പ്രൊഡക്റ്റ് ആൻഡ് മെറ്റീരിയൽ ഇൻ യൂസ്. And third step is regenerate natural system. So circular economy base ചെയ്തിരുന്നത് 3 steps ആണ്. 3 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് സർക്കുലർ എക്കോണമി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ഡിസൈൻ ഔട്ട് ദ വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. നമുക്ക് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ ഏതാന്ന് ഡിസൈൻ ചെയ്ത് വെക്കുക. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കീപ് പ്രൊഡക്റ്റ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ യൂസ്. പ്രൊഡക്റ്റും മെറ്റീരിയൽസും ഇൻ യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് തേർഡ് പ്രിൻസിപ്പിൾ ഈസ് റീജനറേറ്റ് നാച്ചുറൽ സിസ്റ്റം. നാച്ചുറൽ സിസ്റ്റം റീജനറേറ്റ് ചെയ്യുക. ഒരു ഫിഗർ വരക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും, റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും, അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിന് കൺസ്യൂം ചെയ്തിട്ട് റീയൂസ് ചെയ്യും. either we will reuse, either we will repair or recycle. റീസൈക്കിൾ ആണെങ്കിൽ റീസൈക്ലിംഗ് സെക്ടറിലേക്ക് കൊടുക്കും. ആ റീസൈക്ലിംഗ് സെക്ടറിൽ നിന്ന് അഗെയിൻ ദാറ്റ് വിൽ ഗോ ടു പ്രൊഡക്ഷൻ. ആൻഡ് ദിസ് എന്ന് പറഞ്ഞാൽ ലീനിയർ എക്കോണമി എന്ന് പറഞ്ഞാൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കൺസപ്ഷൻ ഉണ്ട്, വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് ആ ഒരു ഫോമിൽ റീസൈക്കിൾ ആവുന്നില്ല ഇൻ കേസ് ഓഫ് ലീനിയർ എക്കോണമി. സോ സർക്കുലർ എക്കോണമി പ്രിൻസിപ്പിൾ ആണ് സസ്റ്റൈനബിൾ പ്രൊക്യൂർമെന്റ് ആണ്. ഹിയർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് റെസ്പോൺസിബിൾ പർച്ചേസിംഗ് പോളിസി ആണ് സസ്റ്റൈനബിൾ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. എക്കോ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ എൻവിറോൺമെന്റ് ഇമ്പാക്ട് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അതാണ് എക്കോ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ആണ് ഓഫ് എ റെസ്പോൺസിബിൾ പർച്ചേസിംഗ് പോളിസി. അതാണ് സസ്റ്റൈനബിൾ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്കോ ഡിസൈൻ എന്ന് പറയുന്നത് process of reducing the environmental impact of a product or service throughout its life cycle. അതാണ് എക്കോ ഡിസൈൻ എന്ന് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ തന്നെ എക്കോ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, പർച്ചേസിങ് പോളിസിക്ക് വെച്ചിട്ട് ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൻവിറോൺമെന്റിനുള്ള ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക.
നമ്മളത് ത്രൂ ഔട്ട് ആ ഒരു സാധനം ലൈഫ് സൈക്കിൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ സർവീസ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് സമയത്ത് അതിന്റെ ഇമ്പാക്ട് എൻവയോൺമെന്റിന്റെ മേലെയുള്ള ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാനുള്ളതാണ് ഈ എക്കോ ഡിസൈനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെറിട്ടറിയൽ എക്കോളജി എന്നാണ്. Industrial and territorial ecology. Here, it's a search for eco-industrial synergies at the scale of a business area. That is, the waste of one company can become the resource for another company. അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെറിട്ടോറിയൽ എക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡസ്ട്രി എന്നുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേറൊരു ഇൻഡസ്ട്രിക്ക് ഒരു റോ മെറ്റീരിയൽ പോലെ ആക്ട് ചെയ്യും. That is industrial and territorial ecology എന്ന് പറയുന്നത്. In economic of functionality എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ കൊളാബറേറ്റീവ് എക്കോണമിയാണ്. അതായത് ഇറ്റ്സ് എ കൊളാബറേഷൻ ദാറ്റ് ഫേവർ it's a collaborative economy that favor use of over possession and thus tends to sell services related products rather than the product themselves. So service related product ആണ് ഈ എക്കോണമിക് ഓഫ് ഫങ്ഷണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഒരു സാധനമാണ്, മീൻസ് ഒരു കാറാണെങ്കിൽ കാറിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. ആസ് എ കാർ നമ്മൾ സെല് ചെയ്യാണ്ട് ആ കാറിന്റെ ഡിഫറെന്റ് പാർട്സ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ് നമുക്കറിയില്ല. അപ്പൊ കാറിന്റെ ഡിഫറെന്റ് പാർട്സ് സെല് ചെയ്യാന്നുള്ളതാണ്. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് എക്കോണമി എന്ന് അതിനെ പറയാം. ദാറ്റ് ഫേവർ ദി യൂസ് ഓഫ് ഓവർ പൊസിഷൻ ആൻഡ് ദസ് ടെൻ ടു സെൽ സർവീസസ് റിലേറ്റഡ് പ്രൊഡക്ട്സ് റാദർ ദാൻ ദ പ്രൊഡക്ട് ദംസെൽഫ്. ഇപ്പം നമ്മളിപ്പോ പാർട്സ് വാങ്ങുന്നതാണ് ആ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ സെല് ചെയ്യാണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ ആ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ പാർട്ട് മാത്രം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടണം. ആ ഹോൾ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യാണ്ട് ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. സോ അതാണ് എക്കോണമിക് ഓഫ് ഫങ്ഷണാലിറ്റി ഉദ്ദേശിക്കുന്നത്. നമ്മള് ഡിസൈൻ ചെയ്ത് വെച്ച് പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പാർട്സ് മാത്രം നമുക്ക് എക്കോണമിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് റെസ്പോൺസിബിൾ കൺസെപ്ഷൻ. റെസ്പോൺസിബിൾ കൺസെപ്ഷൻ ആണ് ഫിഫ്ത്ത് വൺ. അത് നമുക്ക് ആ ടേം തന്നെ മനസ്സിലാവും. റാഷണൽ കൺസെപ്ഷൻ ആൻഡ് ചോയ്സ് ഓഫ് പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു സോഷ്യൽ ആൻഡ് എക്കോളജി ക്രൈറ്റീരിയ. ഈ മേലെ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ട് കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് സിക്സ്ത് വൺ എക്സ്റ്റെൻഡിങ് ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്. എക്സ്റ്റെൻഡിങ് ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മളുടെ യൂസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഒരു മിക്സി എന്തെങ്കിലും ആണെങ്കിൽ മിക്സി ഇപ്പൊ കേടായി പോയാൽ മീൻസ് അത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ദാറ്റ് ഈസ് ത്രൂ റിപ്പയർ, റീയൂസ് ആൻഡ് റീപർപ്പസ്. ഇനിയിപ്പം നമുക്ക് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു പെർപ്പസിന് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. സോ ആ ഒരു മൈൻഡ് സെറ്റ് വേണം. അതാണ് എക്സ്റ്റെൻഡിങ് ദ ഡ്യൂറേഷൻ ഓഫ് യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ബൈ ത്രൂ റിപ്പയർ, റീയൂസ് ആൻഡ് റീപർപ്പസ്. ആൻഡ് സെവൻത് സ്റ്റെപ്പ് ഈസ് റീസൈക്ലിംഗ്. ദാറ്റ് ഈസ് ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഓഫ് മെറ്റീരിയൽ കണ്ടെയ്നിങ് കളക്റ്റഡ് വേസ്റ്റ്. അത് ഈ പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്ത വേസ്റ്റിൻ്റെ അകത്ത് നിന്ന് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സിനെ നമ്മൾ റീസൈക്കിൾ ചെയ്യണം. സോ ഇതാണ് സർക്കുലർ എക്കോണമീൻ്റെ പ്രിൻസിപ്പിൾ. ഈ ഒരു ഫിഗർ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസെപ്ഷൻ, റീയൂസ്, റീസൈക്കിൾ, റിപ്പയർ, റീസൈക്ലിംഗ് സെക്ടർ, ഇതിനൊക്കെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന 7 സ്റ്റെപ്സ്. അതായത് സസ്റ്റൈനബിൾ പ്രൊക്രൂട്ട്മെന്റ് ആണ്. ബൈ റെസ്പോൺസിബിളി പർച്ചേസിങ് പോളിസീസ് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. എക്കോ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ത്രൂ ഔട്ട് അതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട്, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെറിട്ടോറിയൽ എക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനീന്റെ വേസ്റ്റ് ക്യാൻ ബിക്കം റിസോഴ്സസ് ഫോർ അനദർ കമ്പനി. ഒരു ഇൻഡസ്ട്രീന്റെ വേസ്റ്റ് വേറൊരു ഇൻഡസ്ട്രിക്ക് റോ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പിന് എക്കോണമിക് ഓഫ് ഫങ്ഷണാലിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഹോൾ ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരരുത്. പകരം ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം വാങ്ങാൻ. സോ അതാണ് എക്കോണമിക് ഓഫ് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. ഇനി റെസ്പോൺസിബിൾ സ്പെയർ പാർട്സ്, അതായത് കാർ ആണെങ്കിൽ കാറിന്റെ ഓരോ സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ആ പെർട്ടിക്കുലർ പാർട്ട് ഏത് പാർട്ടിനാണോ ഡാമേജ് വന്നത് ആ പാർട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ഒരു കാറിന് ഏതെങ്കിലും ഒരു ഹെഡ്ലൈറ്റ് എന്തെങ്കിലും പ്രശ്നം, ബമ്പറിനോ പ്രശ്നം വന്നാൽ വേറൊരു കാർ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവരുത്. സോ അതാണ് ഈ 4th പോയിന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5th ആണെങ്കിൽ റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആണ്. നമ്മൾ നോക്കിയും കണ്ടും കൺസ്യൂം ചെയ്യാം.
എക്കോളജിക്കൽ ക്രൈറ്റീരിയയും പിന്നെ പ്രൊഡക്റ്റിന്റെ സോഷ്യൽ നീഡും ഒക്കെ അനുസരിച്ചിട്ട് റെസ്പോൺസിബിലിറ്റി കൺസ്യൂം ചെയ്യാന്നുള്ളതാണ് 5th പോയിന്റ്. 6th എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡിങ് ദ ഡ്യൂറേഷൻ ഓഫ് യൂസ്. നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ അതിന്റെ യൂസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. അതിന്റെ ഇപ്പോൾ ഒരു 3 വർഷം 4 വർഷം ലൈഫ് സ്പാൻ ഉള്ള സാധനമാണെങ്കിൽ അതിപ്പോൾ 2 വർഷം നമ്മൾ യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് എന്താണോ പ്രോബ്ലം അത് റിപ്പയർ ചെയ്ത് അത് റീയൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു പർപ്പസിന് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ റീസൈക്ലിങ്ങിനെ പറ്റി ചിന്തിക്കാവൂ, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റിനെ പറ്റി ചിന്തിക്കാവൂ. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ദ ഡ്യൂറേഷൻ ഓഫ് യൂസ് ആണ് ത്രൂ റിപ്പയർ, റീയൂസ് ആൻഡ് റീപർപ്പസ്. ആൻഡ് 7th സ്റ്റെപ്പാണ് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഓഫ് ദ മെറ്റീരിയൽ കണ്ടെയ്ൻ ഇൻ കളക്റ്റഡ് വേസ്റ്റ്. നമ്മൾ കളക്ട് ചെയ്ത വേസ്റ്റ്, അതായത് റീസൈക്ലിംഗ് സെക്ടറിലേക്ക് എത്തിയ വേസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറിക്കുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് റീസൈക്ലിംഗ് ഉദ്ദേശിക്കുന്നത്. സോ സർക്കുലർ എക്കോണമി ബെനിഫിറ്റ് ആണ്. എൻവിറോൺമെന്റൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് സർക്കുലർ എക്കോണമി ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെന്റ് ബൈ റെഡ്യൂസിംഗ് ദ വേസ്റ്റ് ആൻഡ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, സിസ്റ്റമൈസിങ് ദ റീസൈക്ലിംഗ് പ്രോസസ്. സോ എൻവിറോൺമെന്റ് ബേസിലാണ് നോക്കുകയെങ്കിൽ അത് എന്താ പറയുക 100% പ്രൊട്ടക്ഷൻ ആണ് എൻവിറോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. കാരണം വേസ്റ്റ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എമിഷൻ ഓഫ് GHGs എമിഷനും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സർക്കുലർ എക്കോണമി പ്രിൻസിപ്പിൾ റീസൈക്ലിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനിയിപ്പോൾ എക്കോണമിക് ബേസ് നോക്കുകയാണെങ്കിൽ another huge benefit for the circular economy is that it stimulate innovation and boost economic growth and could be in the long run enhance the competition of national companies. So കമ്പനീസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും എൻഹാൻസ് ചെയ്യും, അതേപോലെ തന്നെ എക്കോണമിക് ഗ്രോത്തും ബൂസ്റ്റ് ചെയ്യും, ഇന്നോവേഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ എക്കോണമിക് വൈസുള്ള ഇതിന്റെ ബെനിഫിറ്റ്. സോഷ്യൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻ അഡീഷൻ ദ സർക്കുലർ എക്കോണമി ക്രിയേറ്റ് ജോബ് and enable people to save money, cutting unemployment and poverty as well as reducing the social impact of pollution and climate change. So socially നോക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഇറ്റ് ക്രിയേറ്റ് സർക്കുലർ എക്കോണമി ക്രിയേറ്റ് ജോബ്സ് ആൻഡ് എനേബിൾ പീപ്പിൾ ടു സേവ് മണി ഓൾസോ. നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റിന്റെ ബൈ പാർട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഹോൾ കോസ്റ്റ് ആയിരിക്കില്ല ഈ ബൈ പാർട്സ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു കാറിന് ഏകദേശം ഒരു 7 to 8 lakhs മിനിമം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടിന് ഈ 7 to 8 lakhs വരില്ല. സോ നമുക്കവിടെ മണി സേവ് ചെയ്യാന്നുള്ളതാണ് ഈ സോഷ്യലി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് വരുന്നത് സർക്കുലർ എക്കോണമി. ഇനി കട്ടിങ് അൺഎംപ്ലോയ്മെന്റ്, മെനി സെക്ടേഴ്സ് ഓഫ് ഏരിയയിൽ ഇത്രയും ആൾക്കാർ മീൻസ് കുറേ നമ്മളെ പോപ്പുലേഷൻ മെജോറിറ്റി ഓഫ് പോപ്പുലേഷന് ഗെറ്റ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആൻഡ് പോവർട്ടി ഓൾസോ ആസ് അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പോവർട്ടി ഓൾസോ വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. സോ ഇതാണ് സർക്കുലർ എക്കോണമീന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ബയോമിമിക്രി എന്നുള്ള അല്ലെങ്കിൽ മിമിക്കിംഗ് എന്ന് നമുക്കറിയാം. ബയോമിമിക്രി അല്ലെങ്കിൽ ബയോമിമിക്കിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ഈ ബയോമിമിക്രി ഈസ് എൻ ഇന്നോവേറ്റീവ് മെത്തഡോളജി ടു ഒബ്സർവ്, ഇൻസ്പയർ ആൻഡ് വാല്യൂ നേച്ചർ, to learn from it and find and derive solution from natural model to solve human problem. സോ ഈ ബയോമിമിക്രി എന്ന് പറയുന്നത് നമ്മൾ എൻവിറോൺമെന്റിനെ മിമിക് ചെയ്യുക എന്നുള്ളതാണ് ഈ ബയോമിമിക്രി എന്ന് പറയുന്നത്. ഒരു ബയോമിമിക്രി ഈസ് എൻ ഇന്നോവേറ്റീവ് മെത്തോഡോളജിയാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇൻസ്പയർ ആൻഡ് വാല്യൂ ദ നേച്ചർ ടു ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ മനുഷ്യൻ നേച്ചറിന് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ഇൻസ്പിറേഷൻ വരാൻ ഉള്ള രീതിയിലുള്ള മിമിക്രിയാണ് ഈ പറഞ്ഞ ബയോമിമിക്രി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ബയോമിമിക്രി ഇസ് എൻ ഇന്നോവേറ്റീവ് മെത്തഡോളജി ടു ഒബ്സർവ്. Human beings have to observe and inspire. ഒബ്സർവ് ചെയ്താൽ മാത്രം പോരാ, ഇൻസ്പിറേഷൻസും ഒബ്റ്റെയിൻ ചെയ്യണം. ഒബ്സർവ്, ഇൻസ്പയർ ആൻഡ് വാല്യൂ നേച്ചർ. And we have to observe, we have to get inspiration, and we have to respect or value nature to learn, and we have to learn from it, and we have to learn from the nature and find and derive solution from the nature model. നമ്മൾ ഒരു നേച്ചർ മോഡൽ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ നേച്ചറിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ഏതെങ്കിലും നേച്ചറിന്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കി വെക്കും. ആ നേച്ചർ മോഡലിൽ നമ്മൾ സൊല്യൂഷൻസും ഫൈൻഡ് ചെയ്യും, ഒബ്സർവ് ചെയ്യും, അതിൻ്റെ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. നേച്ചറിന് പഠിച്ചിട്ട് ഹ്യൂമൻ ബീങ്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ് ഈ ബയോമിമിക്രിന്റെ ഐഡിയ. അല്ലെങ്കിൽ ആ മെത്തഡോളജിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേച്ചറിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുക, ആ നേച്ചർ മോഡലിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം ബൈ ഒബ്സർവിങ്,
by getting inspiration and by valuing nature and by learning from it. So bio means life. ബയോ എന്ന് പറഞ്ഞാൽ ഈ ബയോമിമിക്രീൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബയോസ് മീൻസ് ലൈഫ് ആൻഡ് മിമിസിസ് മീൻസ് ടു ഇമിറ്റേറ്റ്. സോ ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ ടു ഇമിറ്റേറ്റ് ലൈഫാണ്. ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ ടു ഇമിറ്റേറ്റ് ലൈഫ്. സോ കോമ്പോണന്റ് ഓഫ് ബയോമിമിക്രി നോക്കുവാണെങ്കിൽ ബയോമിമിക്രി ഈസ് ഹാവിംഗ് 3 കോമ്പോണൻസ് വിത്ത്. ബയോമിമിക്രിക്ക് 3 കോമ്പോണന്റ് ഉണ്ട്. നേച്ചർ ആസ് എ മോഡൽ ഉണ്ട്, നേച്ചർ ആസ് എ മെഷർ ഉണ്ട്, നേച്ചർ ആസ് എ മെന്റർ. സോ നേച്ചർ ആസ് എ മോഡൽ ആണെങ്കിൽ ബയോമിമിക്രി ഈസ് എ ന്യൂ സയൻസ് വിത്ത് ദാറ്റ് സ്റ്റഡീസ് നേച്ചർ മോഡൽസ്. നമ്മൾ ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ സയൻസ്. ഈ ഒരു സയൻസ് സ്റ്റഡി ചെയ്യുന്നത് നേച്ചേഴ്സ് മോഡലാണ്. ആൻഡ് ദെൻ ഇമിറ്റേറ്റ് ഓർ ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദിസ് ഡിസൈൻ ആൻഡ് പ്രോസസ് ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലം. നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. നേച്ചർ മോഡൽ ക്രിയേറ്റ് ചെയ്യും, ആ നേച്ചർ മോഡലിനകത്ത് നിന്ന് അതിനെ ഇമിറ്റേറ്റ് ചെയ്യും, എന്നിട്ട് ഇൻസ്പിറേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഈ നേച്ചർ മോഡൽ ഇറ്റ് ട്രൈ ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലംസ്. അതാണ് നേച്ചർ ആസ് എ മോഡൽ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി നേച്ചർ ആസ് എ മെഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ബയോമിമിക്രി യൂസസ് എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് ടു ജഡ്ജ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് അവർ ഇന്നോവേഷൻസ്. നമ്മൾ ഹ്യൂമൻ ഇന്നോവേഷൻസിന് സസ്റ്റൈനബിലിറ്റി ജഡ്ജ് ചെയ്യാൻ ഈ ബയോമിമിക്രി എന്ത് ചെയ്യും? ഇറ്റ് യൂസസ് എൻ എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ്. ഈ പറഞ്ഞ നേച്ചറിനെ ഒരു മെഷറാക്കി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നോവേഷൻസിന്റെ സസ്റ്റൈനബിലിറ്റി മെഷർ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ മില്യൺസ് ഓഫ് ഇയർ ഓഫ് എവല്യൂഷൻ നേച്ചർ ഹാസ് ലേൺ വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ലാസ്റ്റ്. അപ്പം ഈ പറഞ്ഞ ഈ നേച്ചർ എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ, നേച്ചറിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. സോ നേച്ചറിന് അറിയാം, നേച്ചർ ഹാസ് ലേൺ ആൻഡ് വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ലാസ്റ്റ്. നേച്ചറിന് അറിയാം എന്തൊക്കെ വർക്ക് ചെയ്യും ആൻഡ് എന്തൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് നേച്ചറിന് അറിയാം. സോ നേച്ചർ ഈസ് കൺസിഡർ ആസ് എ മെഷർ, ഒരു എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ടു ജഡ്ജ് നമ്മൾ ഇന്നോവേഷൻസ്, നമ്മൾ കണ്ടുപിടിച്ച ഇന്നോവേഷൻസിന്റെ സസ്റ്റൈനബിലിറ്റി ജഡ്ജ് ചെയ്യാൻ വേണ്ടി നേച്ചർ ഹാസ് എ മെഷർ. നേച്ചർ ഇസ് കൺസിഡേർഡ് ആസ് എ സ്റ്റാൻഡേർഡ്. അതാണ് നേച്ചർ ആസ് എ മെഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നേച്ചർ ആസ് എ മെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ബയോമിമിക്രി ഈസ് എ ന്യൂ വേ ഓഫ് വ്യൂയിങ് ആൻഡ് വാല്യൂയിങ് നേച്ചർ. It introduces an era based on what we can extract from the natural world and what we can learn from it. Nature is all around us എന്നുള്ളതാണ്. സോ നേച്ചർ എസ് എ മെന്റർ എന്നുള്ള രീതിയിലാണെങ്കിൽ നേച്ചർ തരുന്നതിൽ ഏതൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം ഫ്രം ദ നാച്ചുറൽ വേൾഡിൽ നിന്ന് ഏതൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം, അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം. ഒരു മെന്റർ, ഒരു ടീച്ചറെ പോലെയാണ് നേച്ചർ എന്ന് പറയുന്നത്. നേച്ചർ ഈസ് ഓൾ അറൗണ്ട് us എന്നാണ് നേച്ചർ ആസ് എ മെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നേച്ചർ ആസ് എ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു നേച്ചറിനെ ഒരു മോഡലെ ക്രിയേറ്റ് ചെയ്യും, അതിന് ഇമിറ്റേറ്റ് ചെയ്യും, അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് കിട്ടും. ആൻഡ് ആ ഇൻസ്പിറേഷൻസും ആ ഒബ്സർവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹ്യൂമൻ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് എന്നുള്ളതാണ് നേച്ചർ ആസ് എ മോഡൽ ഉദ്ദേശിക്കുന്നത്. നേച്ചർ ആസ് എ മെഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ നേച്ചർ, എന്നിട്ട് നമ്മൾ ഇന്നോവേഷൻസിന്റെ സസ്റ്റൈനബിലിറ്റി ഈ ഒരു മെഷർ വെച്ച് ചെക്ക് ചെയ്യും. കാരണം നേച്ചർ എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തിട്ട് കുറെ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി. അപ്പൊ നേച്ചറിന് അറിയാം വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ലാസ്റ്റ് എന്നുള്ളത് നേച്ചർ നോസ്. പിന്നെ നേച്ചർ ആസ് എ മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് നേച്ചറിന് അറിയാം വാട്ട് ഹ്യൂമൻ ബീങ് ക്യാൻ എക്സ്ട്രാക്ട് ഫ്രം നാച്ചുറൽ വേൾഡ് എന്നറിയാം. ആൻഡ് ഹ്യൂമൻ ബീങ്സ് ക്യാൻ ലേൺ ഫ്രം നേച്ചർ. സോ നേച്ചർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു മെന്റർ അല്ലെങ്കിൽ ടീച്ചറായിട്ട് ആക്ട് ചെയ്യും. സോ ഇതാണ് കോമ്പോണൻസ് ഓഫ് ബയോമിമിക്രി. ഇനി ബയോമിമിക്രി പ്രിൻസിപ്പിൾ നോക്കുവാണെങ്കിൽ നേച്ചർ റൺസ് ഓൺ സൺലൈറ്റ്. ട്രൂ. യൂസ് ഓൺലി ദ എനർജി ഇറ്റ് നീഡ്സ്. നേച്ചർ യൂസ് ചെയ്യുന്നത് അതിനാവശ്യമുള്ള എനർജി മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഹ്യൂമൻ ബീങ്സിനെ പോലെയല്ല. നേച്ചർ റൺസ് ഓൺ സൺലൈറ്റ്. ഇറ്റ് യൂസസ് ഓൺലി ദ എനർജി ഇറ്റ് നീഡ്സ് ആൻഡ് ഇറ്റ് ഫിറ്റ്സ് ഫോം ടു ദ ഫങ്ഷൻ ആൻഡ് റീസൈക്കിൾസ് എവറിത്തിങ്. നേച്ചറിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ അത് റീസൈക്കിൾ ചെയ്യും, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്. നേച്ചറിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് അല്ലാണ്ട് നേച്ചറിൽ എന്തൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ നേച്ചർ റീസൈക്കിൾ ചെയ്യുന്നുള്ളതാണ് അതിന്റെ നെക്സ്റ്റ് ബയോമിമിക്രി പ്രിൻസിപ്പിൾ. റിവാർഡ് കോഓപ്പറേഷൻ. ഇറ്റ് റിവാർഡ്സ് ദ കോഓപ്പറേഷൻ ആൻഡ് ബാങ്ക്സ് ഓൺ ഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ് ഡിമാൻഡ് ലോക്കൽ എക്സ്പെർട്ടൈസ്, curbs excess within and tap the power of limit. ഇത്രയാണ് നേച്ചർ സ്വന്തം ചെയ്യുന്ന കാര്യങ്ങൾ. So nature runs on sunlight. It uses only the energy it needs. It fits form to the function. It recycles everything. Reward cooperation, bank on diversity, demand local expertise, curb excess within, taps the power of limit also. So നമ്മളൊരു ബയോമിമിക്രിന്റെ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് കാണിച്ചു തരാം.
ഇതൊരു കിങ്ഫിഷർ ഇൻസ്പയർഡ് ബുള്ളറ്റ് ട്രെയിൻ ആണ്. ഇതൊരു ബുള്ളറ്റ് ട്രെയിൻ ആണ്. സോ ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബയോമിമിക്രിന്റെ എക്സാമ്പിൾ ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബുള്ളറ്റ് ട്രെയിൻ ആണ്. ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ ഷേപ്പ് നമുക്ക് കാണാം, ഒരു ബീക്ക് കാണാം. ഇത് കിങ്ഫിഷറിന്റെ ബീക്ക് പോലെയാണ് ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ നമ്മളെ ഫ്രണ്ട് എഞ്ചിൻ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ഈ ഒരു പാർട്ട് നമുക്ക് കാണാം. അതിന്റെ ഫ്രണ്ട് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിസംബിൾസ് ടു എ കിങ്ഫിഷർ ബീക്ക്. So this kingfisher became the model for nose cone of Japan's 500 series Shinkansen bullet train. ഈ ഷിൻകാസൻ ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു ബയോമിമിക്കിംഗ് ആണ്, നമ്മൾ നേച്ചർ ആയിട്ടുള്ള ബയോമിമിക്കിംഗ് ആണ് ഇത്. ഈ കിങ്ഫിഷറിന്റെ ബീക്ക് പോലെയാണ് ഇതിന്റെ ഈ പറഞ്ഞ ഫ്രണ്ട് പാർട്ട്, ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട്. സോ ദിസ് ഇസ് എ ബയോമിമിക്രി എക്സാമ്പിൾ ആണ്, ഒരു ബയോമിമിക്രിന്റെ എക്സാമ്പിൾ ആണ്. നേച്ചറിലുള്ള എന്തിനും നമ്മൾ മിമിക് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇനി ടെർമൈറ്റ് ഡെൻ ഓഫീസ് ബിൽഡിംഗ്. ഈ ടെർമൈറ്റ് ഡെൻ ഓഫീസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റോക്ക് അല്ലെങ്കിൽ ഈ ഒരു പാറ പോലെയാണ് ഈ ടെർമൈറ്റ് ഡെൻ ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ അത് ഒരു നേച്ചറിന്റെ ഒരു മിമിക്രിയാണ്, ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ആൻഡ് തേർഡ് വൺ, ബേർഡ്സ്. നമ്മളെല്ലാവരും കാണുന്ന ജെറ്റ്സ്, നമ്മൾ ഈ കണ്ടിട്ടുണ്ട്. ജെറ്റ്സിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബേർഡ്സിന് സിമിലർ ആണ്. സോ ദാറ്റ് ഇസ് എ ബയോമിമിക്കിംഗ് ആണ്. നമ്മൾ നേച്ചറിന്ന് ബേർഡ്സ് എങ്ങനെ ഫ്ലൈ ചെയ്യുന്നു ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ജെറ്റ് ഫ്ലൈ ചെയ്യുന്നുള്ള ഒരു മിമിക്കിംഗ് ആക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഷേപ്പ് ഈ ബേർഡ്സിനോട് സിമിലർ ആവാൻ കാരണം അതാണ്, ബയോമിമിക്കിംഗ് ആണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. പിന്നെ വെയിൽ, നമ്മൾ ടർബൈൻ വിൻഡ് ടർബൈൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ടർബൈനിന്റെ മോഡൽ എന്ന് വെച്ചാൽ വെയിലിന്റെ മോഡലാണ്. നമ്മൾ ഈ വെയിലിന്റെ മോഡലാണ് ഈ ടർബൈൻ. വാട്ടർ നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ടർബൈൻ ആണ് ശരി. ഈ ടർബൈനിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസംബിൾസ് ടു എ വെയിൽ. So that is a biomimicry or imitating is happening. So ഇത്രയാണ് ബയോമിമിക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബയോമിമിക്കിംഗ് ഒരു മെത്തഡോളജിയാണ്. ഈ മെത്തഡോളജി നമ്മൾ ഒബ്സർവ് ചെയ്യും, നമുക്ക് ഇൻസ്പിറേഷൻസ് കിട്ടും, നമ്മൾ നേച്ചറിനെ വാല്യൂ ചെയ്യും, നേച്ചറിന് പഠിക്കാൻ ശ്രമിക്കും. ആൻഡ് നമ്മളെ ഹ്യൂമൻ പ്രോബ്ലംസ് ഒക്കെ ഈ നാച്ചുറൽ മോഡൽ അല്ലെങ്കിൽ ഈ നേച്ചർ മോഡൽ വെച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് ഇസ് ബയോമിമിക്രി. അതിൽ 3 കോമ്പോണൻസ് ഉള്ളത്: നേച്ചർ ആസ് എ മോഡലും, നേച്ചർ ആസ് എ മെഷറും, നേച്ചർ ആസ് എ മെൻറ്ററും. നേച്ചർ ആസ് എ മോഡലിൽ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യും, നേച്ചർ മോഡൽ സ്റ്റഡി ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും, അതിൽ ഇൻസ്പിറേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും, അതിനെ ഡിസൈൻ ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഡിസൈനിങ് വി ട്രൈ ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലംസ് ഫ്രം ദ നേച്ചർ മോഡൽ. ഇനി നേച്ചർ ആസ് എ മെഷർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സസ്റ്റൈനബിലിറ്റി, നമ്മൾ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്ട്സിന് സസ്റ്റൈനബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു എക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. നേച്ചറിന് അറിയാം എന്തൊക്കെ നിലനിൽക്കുന്നുള്ളത്, ഏതൊക്കെ വർക്ക് ചെയ്യും, ഏതൊക്കെ നിലനിൽക്കുന്നുള്ളത് നേച്ചറിന് അറിയാം. ദാറ്റ് ഇസ് നേച്ചർ ആസ് എ മെഷർ. നേച്ചർ ആസ് എ മെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ന്യൂ വേ ഓഫ് വ്യൂയിങ് ആൻഡ് വാല്യൂയിങ് നേച്ചർ ആണ്. It introduces an era based on which what we can extract from the natural world and what we can learn from nature is all around us എന്നുള്ളതാണ്. അതായത് നേച്ചർ ഒരു മെന്റർ പോലെയാണ്, ഒരു ടീച്ചറെ പോലെയാണ്. ആൻഡ് നമുക്ക് എന്തൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതും നമുക്ക് എന്തൊക്കെ പഠിക്കാന്നുള്ളതും ഈ നേച്ചർ നമ്മളെ പഠിപ്പിക്കും. ദാറ്റ് ഈസ് നേച്ചർ ആസ് എ മെന്റർ. ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ബയോമിമിക്രിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട്, ജപ്പാനിലെ 500 സീരീസ് ഷിൻകാസൻ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കിങ്ഫിഷറിന്റെ ബീക്ക് പോലെയാണ്. അത് നേച്ചറിന്റെ ബയോമിമിക്കിംഗ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ബിൽഡിംഗ് ഈ ഒരു ടെർമൈറ്റ് ഡെൻ എന്ന് പറഞ്ഞൊരു റോക്കിന് അല്ലെങ്കിൽ ഒരു പാറക്ക് സമാനമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് തേർഡ്, ബേർഡ്സ് അല്ലെങ്കിൽ പക്ഷികളെ നമ്മൾ ജെറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മീൻസ് ഇമിറ്റേറ്റിംഗ്, ബേർഡ്സിന് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ജെറ്റിന്റെ കൺസ്ട്രക്ഷൻ. സോ ഇത്രയാണ് ബയോമിമിക്കിംഗ്. നെക്സ്റ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ടർബൈനായിട്ടാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്.